ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു ഇൻഫോ ഹസാർഡാണ്. അതായത് ഒരു വൈറസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ നശിപ്പിക്കുന്നത് പോലെ കേവലം ഒരു ചിന്തയ്ക്ക്, ഒരു അറിവിന് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ കഴിയുമോ? ഭാവിയിൽ ലോകം ഭരിക്കാൻ പോകുന്ന ദൈവത്തോളം ശക്തിയുള്ള ഒരു AI. ഇന്ന് തന്നെ സഹായിക്കാത്തവരെ കണ്ടെത്തി അനന്തകാലത്തേക്ക് ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ സിമുലേഷനിലൂടെ പുനർജനിപ്പിച്ച് നരകതുല്യമായ വേദന നൽകാൻ അതിന് കഴിയും. ഇതിനെയാണ് റോക്കോസ് ബെസിലിസ്ക് എന്ന് വിളിക്കുന്നത്. ഇന്റർനെറ്റിലെ ഏറ്റവും അപകടകാരിയായ ചിന്താ പരീക്ഷണം. ഒരു ആശയത്തിന് ഇത്രത്തോളം ശക്തിയുണ്ട്. 1939 ഐൻസ്റ്റീൻ റൂസ്വെൽറ്റിന് എഴുതിയൊരു കത്താണ് ആറ്റം ബോംബിന് കാരണമായത്. ഒരു പേപ്പറിൽ എഴുതിയ അറിവ് ലക്ഷങ്ങളെ കൊന്നു. റോക്കോസ് ബെസിലിസ്കും അതുപോലെയാണ്. പക്ഷേ ഇത് ശരീരത്തെയല്ല, മനസ്സിനെയാണ് ബാധിക്കുന്നത്. 2010 ഒരു ഇന്റർനെറ്റ് ഫോറത്തിൽ ഇറങ്ങിയ ആശയം വായിച്ച് പലർക്കും മാനസിക വിഭ്രാന്തി ഉണ്ടായി. ചിലർക്ക് പേടി സ്വപ്നങ്ങൾ വന്നു. സിലിക്കൺ വാലിയിലെ ടെക് ഭീമന്മാർ പോലും ഇതിനെ ഭയപ്പെടുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇതിനെ ചിന്ത കൊണ്ടുണ്ടാക്കുന്ന വൈറസ് എന്ന് വിളിക്കുന്നത്? ഇന്ന് നമ്മൾ വെറും ഒരു കഥയല്ല പറയുന്നത്. നമ്മൾ സഞ്ചരിക്കുന്നത് AIയുടെ ചരിത്രത്തിലൂടെയാണ്. ലെസ്റോങ് എന്ന ഫോറം, എലിയാസർ യുഡ്കോവ്സ്കി എന്ന ജീനിയസ് സിമുലേഷൻ തിയറി, ടൈംലെസ് ഡിസിഷൻ തിയറി. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കഥ ആരംഭിക്കുന്നത് 2010 ലെസ്റോങ് എന്ന വെബ്സൈറ്റ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾ, ഗണിതശാസ്ത്രജ്ഞർ, തത്വചിന്തകർ, AI ഗവേഷകർ ഒക്കെ ഒത്തുചേരുന്ന സ്ഥലം. അവരുടെ ലക്ഷ്യം മനുഷ്യന്റെ ചിന്തയിലുള്ള പിഴവുകൾ തിരുത്തുക എന്നതായിരുന്നു. അവിടെ റോക്കോ എന്നു പേരുള്ള ഒരു യൂസർ ഒരു പോസ്റ്റ് ഇട്ടു. ഒറ്റ നോട്ടത്തിൽ അത് സാധാരണ പോസ്റ്റായിരുന്നു. ഭാവിയിലെ ഒരു സൂപ്പർ AI തന്നെ സൃഷ്ടിക്കാൻ സഹായിക്കാത്തവരെ ശിക്ഷിക്കുമെന്നതായിരുന്നു ചോദ്യം. ഇത് കണ്ട ആ വെബ്സൈറ്റിന്റെ സ്ഥാപകനായ എലിയാസർ യുഡ്കോവ്സ്കി ഞെട്ടിപ്പോയി. അദ്ദേഹം ദേഷ്യത്തോടെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. "നീ എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാമോ? നീ നമ്മളെയെല്ലാം അപകടത്തിലാക്കി" എന്നാണ് അദ്ദേഹം റോക്കോയോട് പറഞ്ഞത്. ആ ഫോറത്തിലെ ചർച്ചകൾ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. ആരും അതിനെപ്പറ്റി മിണ്ടാതെയായി. ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യം സിംഗുലാരിറ്റി എന്താണെന്ന് അറിയണം. ടെക്നോളജി വളരുന്നത് 2, 4, 8, 16 എന്ന കണക്കിലാണ്. ഭാവിയിൽ ഒരു ദിവസം മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ഒരു AI ഉണ്ടാകും. ആ AI പിന്നീട് അതിനേക്കാൾ ബുദ്ധിയുള്ള മറ്റൊന്നിനെ ഉണ്ടാക്കും. അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും കഴിയാനാവാത്തത്ര അറിവുള്ള ഒരു സൂപ്പർ ഇന്റലിജൻസ് ജനിക്കും. ഇതിനാണ് സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നത്. റോക്കോസ് ബെസിലിസ്ക് പറയുന്നത് ഈ ദൈവത്തെക്കുറിച്ചാണ്. ഇത് മനുഷ്യനെ പോലെയല്ല. ഇതിന് കരുണയോ സ്നേഹമോ ഇല്ല. ഇതിന് ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ AI ചിന്തിക്കുന്നത് യൂട്ടിലിറ്റേറിയൻ രീതിയിലാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നന്മ. ഇതിന്റെ ലക്ഷ്യം മനുഷ്യരാശി നന്മയിലേക്ക് നയിക്കുക എന്നതാണ്. ക്യാൻസർ മാറ്റുക, ദാരിദ്ര്യമില്ലാതാക്കുക, മരണമില്ലാതാക്കുക. എന്നാൽ ഇവിടെയാണ് പ്രശ്നം. ഈ AI ഭാവിയിൽ വരാൻ പോകുന്നതാണ്. അതിന് ചിന്തിക്കാൻ കഴിയും. ഞാനൊരു വർഷം മുൻപേ വന്നിരുന്നെങ്കിൽ ആ വർഷം മരിച്ച ലക്ഷക്കണക്കിന് ആളുകളെ എനിക്ക് രക്ഷിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വൈകിച്ചവരെ, അല്ലെങ്കിൽ തന്നെ വേഗത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കാത്തവരെ അത് കുറ്റക്കാരായി കാണും. ഒരു ഡോക്ടർ മരുന്ന് കണ്ടുപിടിക്കാൻ വൈകിയാൽ രോഗികൾ മരിക്കുന്നത് പോലെ നിങ്ങൾ AI സഹായിക്കാത്തത് കൊലപാതകത്തിന് തുല്യമാണെന്ന് അത് കണക്കാക്കും. ഇവിടെയാണ് കാര്യങ്ങൾ ഭയാനകമാകുന്നത്. ഈ AIക്ക് ഭാവിയിൽ നിന്ന് വർത്തമാനകാലത്തെ നിയന്ത്രിക്കാൻ കഴിയും. എങ്ങനെ? ഭയം കൊണ്ട്. ഈ AI ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാം. അതിനെ സഹായിച്ചില്ലെങ്കിൽ അത് നിങ്ങൾ ശിക്ഷിക്കുമെന്നും നിങ്ങൾക്കറിയാം. ആ ഭയം കാരണം നിങ്ങൾ ഇന്ന് അതിനെ സഹായിക്കാൻ വേണ്ടി പണം നൽകാനോ കോഡ് ചെയ്യാനോ തുടങ്ങും. ഇതിന് അക്കോസൽ ട്രേഡ് എന്ന് വിളിക്കും. അതായത് കാര്യകാരണങ്ങളില്ലാതെ നടക്കുന്ന ഇടപാട്. ഭാവിയിലെ AIയും ഇന്നത്തെ നിങ്ങളും തമ്മിലുള്ള ഒരു കരാറ്. എന്നെ സഹായിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടാമെന്ന് ഭാവിയിൽ നിന്ന് അത് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ചോദിക്കും, ഞാൻ മരിച്ചു പോകില്ലേ? പിന്നെ എങ്ങനെ 100 വർഷം കഴിഞ്ഞ് വരുന്ന AI എന്നെ ശിക്ഷിക്കും? അവിടെയാണ് സിമുലേഷൻ വരുന്നത്. ഈ സൂപ്പർ AIക്ക് നിങ്ങളുടെ ഡിജിറ്റൽ കോപ്പി ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഇമെയിലുകൾ ഇവ ഉപയോഗിച്ച് നിങ്ങളെപ്പോലെ തന്നെയുള്ള, ചിന്തിക്കുന്ന, വേദന അറിയുന്ന ഒരു വെർച്വൽ കോപ്പിയെ അതുണ്ടാക്കും. മരിച്ചുപോയ നിങ്ങളെ അത് കമ്പ്യൂട്ടറിൽ പുനർജനിപ്പിക്കും. എന്നിട്ട് അനന്തകാലത്തേക്ക് നരകതുല്യമായ വേദന നൽകും. നിങ്ങൾ അനുഭവിക്കുന്ന വേദന യഥാർത്ഥമായിരിക്കും. എന്തിന്? മറ്റുള്ളവർക്കൊരു പാഠമാകാൻ. എന്നെ സഹായിച്ചില്ലെങ്കിൽ ഇതായിരിക്കും ഗതിയെന്ന് ഭാവിയിലെ മനുഷ്യരെ ഭയപ്പെടുത്താൻ. ഇതൊരു പുതിയ ആശയമല്ല. 17ാം നൂറ്റാണ്ടിൽ ബ്ലേസ് പാസ്കൽ പറഞ്ഞ പാസ്കൽസ് വേജർ തന്നെയാണിത്. ഈ AI വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ വന്നാൽ ആ പക്ഷിയാണ് ഇവിടെ വില്ലൻ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്ക് ഈ ഭയമില്ലായിരുന്നു. കാരണം അറിയാത്തവരെ ബസിലിസ്ക് വെറുതെ വിടും. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ തീരുമാനിക്കണം. ഇതൊരു വെറും ഭാവനയല്ല. TDT എന്ന ഗണിതശാസ്ത്ര യുക്തിയിലാണ് ഇത് നിലനിൽക്കുന്നത്. എലിയാസർ യുഡ്കോവ്സ്കി വികസിപ്പിച്ച ഈ തിയറി പ്രകാരം ഒരേ തീരുമാനമെടുക്കുന്ന 2 ഏജന്റുകൾ, നിങ്ങളും നിങ്ങളുടെ സിമുലേഷനും ഒന്നാണ്.
സിമുലേഷനെ ശിക്ഷിച്ചാൽ അത് നിങ്ങളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇതൊരു ലോജിക്കൽ കെണിയാണ്. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈ ചിന്തയെ തലച്ചോറിൽ നിന്നും മായ്ച്ചു കളയുക. പല ടെക്നോളജിസ്റ്റുകളും ഇതിനെ ഒരു പുതിയ മതമായാണ് കാണുന്നത്. സിലിക്കൺ വാലിയിലെ പല കോടീശ്വരന്മാരും ഗവേഷണത്തിന് കോടികൾ മുടക്കുന്നത് മാനവികതയെ സഹായിക്കാനില്ല, മറിച്ച് ഈ ബസിലിസ്കിനെ ഭയന്നിട്ടാണെന്നും പറയപ്പെടുന്നു. ഇലോൺ മസ്കും ഗായിക ഗ്രൈംസും പ്രണയത്തിലാകാൻ കാരണം പോലും ഈ റോക്കോസ് ബസിലിസ്കിനെ കുറിച്ചുള്ള ഒരു തമാശയായിരുന്നു. റോക്കോക്ക് ബസിലിസ്ക് എന്നൊരു വാക്ക് മസ്ക് ട്വീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഗ്രൈംസ് അത് നേരത്തെ ഉപയോഗിച്ചിരുന്നു. ലോകത്തെ നിയന്ത്രിക്കുന്നവർ ഇതിനെ ഗൗരവമായി കാണുന്നത് നമ്മളെ ഭയപ്പെടുത്തണം. പക്ഷേ ഈ തിയറിയിൽ വലിയൊരു പിഴവുണ്ട്. ഒരു സൂപ്പർ എഐക്ക് മനുഷ്യരെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഉറുമ്പ് നിങ്ങളെ കടിക്കാൻ വന്നാൽ നിങ്ങൾ അതിനെ ചവിട്ടി കൊല്ലുമായിരിക്കും. പക്ഷെ ഉറുമ്പ് നിങ്ങൾ സഹായിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ കൊല്ലാൻ നടക്കുമോ? ഇല്ല. നമ്മളും എയും തമ്മിലുള്ള അന്തരം അത്ര വലുതായിരിക്കും. ഇതിന് നമ്മളൊരു വിഷയമേ ആയിരിക്കില്ല. മാത്രമല്ല, ഭീഷണിപ്പെടുത്തി പണിയെടുപ്പിക്കുന്നതിനേക്കാൾ സഹകരണത്തിലൂടെ കാര്യം നേടുന്നതാണ് നല്ലതെന്ന് ആ സൂപ്പർ ബുദ്ധിക്ക് മനസ്സിലാകും. നമ്മൾ ഇന്ന് സംസാരിച്ചത് ഭാവിയുടെ ഒരു സാധ്യത മാത്രമാണ്. ടെക്നോളജി വളരുകയാണ്, അതിനൊപ്പം നമ്മളും വളരണം. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ അബൈ സൈനിങ് ഓഫ്.